നമസ്കാരം. ഓണക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണവിഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണ്. പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി, അങ്ങനെ പല പേരുകളിലായിട്ട് ഇത് അറിയപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ ഈ വടക്കൻ കേരളത്തിലേക്ക് മാത്രം അതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഈ പുളിയിഞ്ചി ചെയ്തു വരുന്നത്. ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി ഓണക്കൂട്ടിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കൃഷ്ണവേണി ചേച്ചിയാണ്. ഇതൊരു തൊട്ടുകൂട്ടുന്ന ഒരു വിഭവമായിട്ടാണ് സദ്യയിൽ ഉണ്ടാവുക. 2 നാരങ്ങ സൈസിൽ വാളംപുളി വേണം, ഉപ്പ്, പിന്നെ ശർക്കര 2 വെല്ലം വേണം, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മുളക് പൊടി, പിന്നെ ഉഴുന്ന്, കരിവേപ്പില, പിന്നെ വറ്റൽമുളക്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഇത്രയും വാളംപുളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ. അതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് അരിച്ചെടുക്കണം. ചട്ടിക്കകത്ത് ആ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 2 വെല്ലം ശർക്കര. അത് ഓൾറെഡി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കടുക് വറുത്തിടാം. അതിലേക്കാണ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയെടുക്കുന്നത്. അടുത്തത് നമ്മൾ കുറച്ച് ഉഴുന്നിടാണ്. അടുത്തത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ വാളംപുളി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്നത് ഒഴിക്കാം. നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം. നമ്മുടെ പുളിഞ്ചി ആയിട്ടുണ്ട്, റെഡിയായി. ശർക്കരയുടെ കൂടെ ആ വെള്ളത്തിലാണ് ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്നത്. പിന്നീട് ശർക്കര നമ്മൾ അതെ ഉപയോഗിക്കാതിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മധുരം, എരിവ്, പുളി എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും മറ്റൊരു വിഭവമായി ഓണക്കൂട്ടി വീണ്ടും കാണാം.